ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ കോറപ്പിസ്കോപ്പ അച്ഛൻ തുടങ്ങിയ ഏറെ ബഹുമാന്യമുള്ള വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഈ വന്യരായ വൈദിക ശ്രേഷ്ഠർ ഒരർത്ഥത്തിൽ എനിക്ക് ഗുരുനാഥന്മാരാണ്. ആയതുകൊണ്ട് തന്നെ അവരുടെ സാമീപ്യം ഞാൻ ഈ പ്രസംഗപീഠത്തിൽ നിൽക്കുമ്പോൾ എനിക്കൊരല്പം ആശങ്ക പകരുന്നുണ്ട്. എങ്കിലും ദൈവം തന്ന വലിയ അവസരത്തിനും കൃപയ്ക്കും ഈ മഹാപരിശുദ്ധന്റെ മാധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവത്തോട് നന്ദി സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയ്ക്കും അഖില ലോകർക്കും വിശുദ്ധിയുടെ പരിമളം വീശുന്ന ഒരു മഹാതാപസന്റെ ഓർമ്മദിനത്തിലാണ് നാം എല്ലാവരും. ആ പുണ്യവാന്റെ മാധ്യസ്ഥത ആവോളമുള്ള ഈ ദേവാലയത്തിൽ ഒരല്പസമയം നാം ഇങ്ങനെ ആയിരിക്കുന്നു. മാവേലിക്കര മെത്രാസനത്തിൽ കരുവാറ്റയിലും കൊട്ടാരക്കര പുനലൂർ മെത്രാസനത്തിന്റെ അമ്പലത്തുംകാലയും മലബാർ മെത്രാസനത്തിൽ നമ്മുടെ ഈ ദേവാലയത്തിലും ഇങ്ങനെ വളരെ ചുരുക്കമാണ് പരിശുദ്ധനായ മോർ യാക്കോബ് ബുർദാനായുടെ നാമത്തിലുള്ള ദേവാലയങ്ങൾ. അങ്കമാലി മെത്രാസനത്തിന്റെ കുന്നിക്കുരടി സെന്റ് ജോർജ് കത്തീഡ്രൽ, പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യൂസ് അഞ്ചാമൻ മലങ്കര മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഈ മഹാപരിശുദ്ധന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വലിയ പരിശുദ്ധന്റെ പെരുന്നാൾ ഓർമ്മ ദിവസത്തോട് ചേർന്ന് ഒരല്പസമയം ഇങ്ങനെ ഇരിക്കുവാനായി സാവകാശം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഓർമ്മകളും കടപ്പാടുകളും സ്മരണകളുമൊക്കെ വല്ലാതെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില മനുഷ്യരുടെ ഓർമ്മകൾ കാലത്തിനും ദേശത്തിനും മായ്ക്കുവാൻ സാധ്യമല്ലാതെ കാലാനുവർത്തിയായി ഇങ്ങനെ നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമുണ്ട്. ഒരു പനിനീർ പുഷ്പം കണക്ക് അനേകർക്ക് സുഗന്ധവും കാഴ്ചയ്ക്ക് ഭംഗിയും മനസ്സിന് ശാന്തതയും വിചാരങ്ങൾക്ക് നിർമ്മലതയും ഒക്കെ നൽകി അവർ നമ്മളിൽ നിന്ന് കടന്നുപോയവരായതുകൊണ്ടാണ്. അവരാരും ജീവിച്ചിരുന്നത് അവർക്ക് വേണ്ടി മാത്രമായിട്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടുകൂടെയാണ്. ആയതുകൊണ്ടാണല്ലോ ചില അവസരങ്ങളിലൊക്കെ നമ്മൾ അവരെ ഭാഗ്യസ്മരണാർഹർ എന്ന് വിളിക്കുന്നത്. അവരെ ഓർക്കുന്നത് പോലും, അവരെ സ്മരിക്കുന്നത് പോലും നമുക്ക് ഭാഗ്യത്തിനാണ് എന്നുള്ളത് കൊണ്ടാണ്. മാർ യാക്കോബ് ബുർദോന, സെയിന്റ് ജേക്കബ് ബെറേഡിയസ് എന്നാണ് അദ്ദേഹത്തെ പൊതുവായി അറിയപ്പെടുന്നത്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പിതാവ്. എഡേസയിലെ കോൺസ്റ്റന്റിന നഗരത്തിൽ സുറിയാനി സഭയുടെ ഒരു വൈദികനായിരുന്ന മോർ തെയോഫിലോസിന്റെ മകനായിട്ടാണ് യാക്കോബ് ജനിച്ചതെന്ന് പറഞ്ഞു തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ ജീവചരിത്രം. നിസിബിസിലെ ബാസിൽ തോദേറായിൽ മോർ ഒസ്താത്തിയോസിന്റെ ശിഷ്യഗണങ്ങളിൽ ഉത്തമ ശിഷ്യൻ എന്ന് അദ്ദേഹം പിന്നീട് പിൽക്കാലങ്ങളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അന്ന് നിലവിലുണ്ടായിരുന്ന 3 പ്രധാന ഭാഷകളിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു ഈ പരിശുദ്ധ പിതാവ്. ഒന്ന് ഗ്രീക്ക് ഭാഷയിലാണ്, മറ്റൊന്ന് സഭയുടെ പൊതുവായ ആരാധനാ ഭാഷയായ സുറിയാനി ഭാഷയിലാണ്, മറ്റൊന്ന് ആരാധനകൾ അന്ന് കാലത്ത് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കപ്പെട്ടിരുന്ന കോപ്റ്റിക് ഭാഷയിലാണ്. ഇങ്ങനെ 3 ഭാഷകളിൽ ആ പിതാവ് അഗാധമായ പാണ്ഡിത്യം നേടിയിരുന്നു. 451 കൽക്കദോനിയൻ സുനഹദോസ് കൂടുമ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ച സ്വത്വവാദം എന്നവിടെ പ്രകമ്പനം കൊള്ളുന്ന, കൊടുമ്പിരി കൊള്ളുന്ന തർക്കങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വാദം പരിശുദ്ധ സഭയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സധൈര്യം അതിനെ ചെറുത്ത നേരിട്ട പിതാവ് എന്നുള്ള നിലയിൽ ഈ പരിശുദ്ധ പിതാവ് ചരിത്രത്തിന്റെ ഏടുകളിൽ മുഴുവൻ അറിയപ്പെടുന്നു. റോമൻ സാമ്രാജ്യവും റോമൻ രാജാക്കന്മാരും സുറിയാനി സഭ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തിൽ തന്റെ ജനത്തെ ചേർത്ത് പിടിച്ച മഹാ ഇടയൻ എന്നുള്ള നിലയിൽ
ചരിത്രത്തിൽ അറിയപ്പെടുന്നു പരിശുദ്ധനായ മോർ യാക്കോബ് ബുർദാന. ആയതുകൊണ്ട് പരിശുദ്ധ സഭ എന്നൊക്കെ ബലിയർപ്പിക്കുന്നു, അന്നൊക്കെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഇങ്ങനെ പറയും: സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മോർ യാക്കോബ് ബുർദാന. ഇംഗ്ലീഷിൽ ഒരല്പം കൂടെ ഭംഗിയായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അവർ വെനറബിൾ ആൻഡ് ഹോളി ഫാദർ മോർ ജേക്കബ് ബ്രെഡിയസ്, ദ അപ്ഹോൾഡർ ഓഫ് ഓർത്തഡോക്സ് ഫെയ്ത്ത് എന്നാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് സഭ. എന്താണ് ഈ പരിശുദ്ധന്റെ പെരുന്നാളിന്റെ പ്രാധാന്യം? നോക്കൂ, എല്ലാ വിശുദ്ധരായിരുന്ന മനുഷ്യരും, എല്ലാ വിശുദ്ധരും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരായി ഈ ഭൂമിയിൽ ജനിച്ചിരുന്നവരാണ്. നമ്മളെപ്പോലെ സമസ്വഭാവികളായി ഈ ലോകത്തുണ്ടായിരുന്നവരാണ്. വ്യത്യസ്തങ്ങളായ അറിവനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ്. താന്താങ്ങളുടേതായ ഒരു ടെറിട്ടറി ഈ ലോകത്തിൽ സൃഷ്ടിച്ചെടുത്തവരാണ്. ഭക്തിയും ശുദ്ധിയും പരിചയാക്കി ഈ ലോകത്തിൽ ജീവിച്ചിരുന്നവരാണ്. നിരാശയുടെ അനുഭവങ്ങളെ പ്രാർത്ഥന കൊണ്ട് നേരിട്ടവരാണ്. സന്തോഷങ്ങളെ സമചിത്തതയോടെ കൊണ്ടാടിയവരാണ്. കണ്ണിമ വെട്ടിച്ച് ഈ ലോകത്തിൽ മനുഷ്യരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാതെ നടന്ന മനുഷ്യരാണ്. വളരെ കണക്കുകൂട്ടി ജീവിച്ചവരാണ്. ആഴത്തിൽ പ്രാർത്ഥിച്ചവരാണ്. സഭയ്ക്ക് വേണ്ടി ബലിയായവരാണ്. ഇങ്ങനെയൊക്കെയാണ് വളരെ സാധാരണക്കാരായ ഈ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചത്. നോക്കൂ, വിളിച്ചവനോളം പാകമെത്തുന്ന ഒരു കെമിസ്ട്രി ഇവരിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാന ചിന്ത. വിളിച്ച ക്രിസ്തുവിനോളം പാകമെത്തത്തക്കതുപോലെ എന്താണ് ഇവരിൽ ഒരു രസക്കൂട്ട് വർക്കൗട്ട് ചെയ്തെടുത്തത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധനായ മർക്കോസ് എവൻഗലിസ്റ്റിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം പറയുന്നിടത്ത് 3 പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്, അവനോടുകൂടെ ഇരിക്കണമെന്നുള്ളതാണ് ഒരു നിബന്ധന. 2, അവനെ പ്രസംഗിക്കാൻ അയക്കണമെന്നുള്ളതാണ് രണ്ടാമത്തെ നിബന്ധന. 3-ാമത്തേത്, ഭൂതങ്ങളെ പുറത്താക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് എന്തിന് ശിഷ്യന്മാരെ താൻ തിരഞ്ഞെടുത്തു എന്ന് ക്രിസ്തു പറയുന്ന ഭാഗം. ഏറ്റവും പ്രധാനം അവനോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ടു ബി വിത്ത് ഹിം, ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക. മോർ യാക്കോബ് ബുർദാന എന്തുകൊണ്ട് ഇത്ര പാകമെത്തിയെന്ന് ചോദിച്ചാൽ, അവൻ ജീവിച്ചതും ഇരുന്നതും സഹവസിച്ചതും മുഴുവൻ ക്രിസ്തുവിനോട് കൂടെയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആരും കൂട്ടില്ലാത്ത ദുരിതസന്ധികളിൽ ജീവിത സായാഹ്നങ്ങളെ കഴിച്ചു കൂട്ടുന്നതിന് പരിശുദ്ധനായ യാക്കോബ് ബുർദാന ആശ്രയിച്ചത് ദൈവത്തെ മാത്രമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്ത. റോമൻ സാമ്രാജ്യത്തിൽ നിന്നും ഏറ്റവും നിരന്തരമായ പീഡകൾ അത് സഭയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങാൻ ആ പിതാവ് തയ്യാറായത് അതുകൊണ്ടാണ്. പീഡയിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിലകൊണ്ട സാഹചര്യം ഉണ്ടായപ്പോഴും അദ്ദേഹം സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. പ്രധാന കാര്യം ഓർക്കേണ്ടത്, ഇന്നലെ വന്നിനായി സുല്ലച്ചൻ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്ന് അറിയാൻ പാടില്ല. പിറകിൽ ഫറവോന്റെ സൈന്യം അണിനിരക്കട്ടെ, മുന്നിൽ അലയടിക്കുന്ന ആഴിയുള്ള ചിങ്കടൽ ഉണ്ടാകട്ടെ, നടുവിലൊരു വഴി ഉണ്ടാക്കിത്തരുന്നു. അത് ക്രിസ്തുവാണ്. അത് സത്യവിശ്വാസത്തിന്റെ വഴിയാണ്. ആയതിലൂടെ നടന്നെത്തുന്നത് ക്രിസ്തു വിഭാവനം ചെയ്ത് നമുക്ക് വാഗ്ദാനം ചെയ്ത ആ കനാനിലേക്കാണ്. ശരിക്കും ആ പിതാവ് നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്ന പാത അത് ശരിക്കും സത്യവിശ്വാസത്തിൻ്റെതാണ് എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ആരും കൂടെ ഇല്ലാതിരിക്കുന്ന അവസരത്തിലും ഏറ്റ പീഡനങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടിയാണ്. ഉത്തരരാമായണത്തിൽ ഒരു കഥയുണ്ട്. ശ്രീരാമൻ വനവാസത്തിനായിട്ട് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ജലക്രീഡയ്ക്ക് പുഴയിലേക്ക് ഇറങ്ങുന്നു. പുഴയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ അമ്പും വില്ലും ഒരു മരത്തിൻ്റെ പൊത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. ജലക്രീഡ ഒക്കെ കഴിഞ്ഞ് തിരികെ കയറി വരുന്ന രാമൻ അമ്പെടുക്കുന്നതിനും വില്ലെടുക്കുന്നതിനുമായി മരപ്പത്തിലേക്ക് നോക്കുമ്പോൾ ഞെട്ടി നിലവിളിക്കുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, താൻ അമ്പും വില്ലും കുത്തിയിറക്കി വച്ചിരിക്കുന്നത് ഒരു തവളക്കുഞ്ഞിൻ്റെ വായിലാണ്. ശ്രീരാമൻ വളരെ ഖേദത്തോടെ വിഷമത്തോടെ ആ തവളയോട് ഇങ്ങനെ പറയുന്നു, അല്ലയോ തവളെ, ഞാൻ ഈ അമ്പ് ഈ മരപ്പത്തിലേക്ക് വെക്കുമ്പോൾ നിനക്ക് ഒന്ന് കരയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. തവള മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, അല്ലയോ രാമ, എൻ്റെ അമ്മ എന്നെ വളരെ ചെറുപ്പകാലം മുതൽ പഠിപ്പിച്ചിരുന്നത് നിനക്കെന്ത് പ്രയാസമുണ്ടായാലും നീ രാമ രാമ എന്ന് വിളിച്ച് കരയാനാണ്. പക്ഷേ ഇന്നെൻ്റെ വായിൽ ആ അമ്പ് കുത്തിയിറക്കി വെച്ചതാരാണ്? അങ്ങനെ തിരികെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
ഇന്നലത്തെ സന്ധ്യയിൽ നമ്മൾ വായിച്ചു കേട്ട പാടിക്കേട്ട എവൻഗലിയോന് മുൻപ് കേട്ട ഒരു പെസ്കോമുണ്ട്. അതിലിങ്ങനെയാണ്: സംസാരിച്ചിടും എൻ്റെ വായ് വിജ്ഞാനം, എൻ്റെ ഹൃത്ത് വിവേകത്തെ ധ്യാനിക്കും എന്നാണ് പറഞ്ഞത്. ശരിക്കും വായ് കൊണ്ട് വിജ്ഞാനം ആവർത്തിക്കുകയും ഹൃദയം കൊണ്ട് വിവേകപൂർണമായ ആശയങ്ങൾ ധ്യാനിക്കുകയും ചെയ്ത ഈ പുണ്യവാന്റെ ഓർമ്മയിലാണ് നമ്മുടെയൊക്കെ ഭാവി പരിശുദ്ധ സഭയിൽ സുരക്ഷിതമായിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ അധികം ദീർഘിപ്പിക്കാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിലെ ദൈവത്വവും മനുഷ്യത്വവും അത് വ്യതിരിക്തങ്ങളായ രണ്ട് സ്വഭാവങ്ങളായി അവനിൽ നിലനിന്നിരുന്നുവെന്ന പാശ്ചാത്യ നിലപാടുകളോട് സുറിയാനി സഭയും പ്രത്യേകിച്ച് അലക്സാണ്ട്രിയൻ സഭയുടെയും പിതാക്കന്മാർ മറുതലിച്ചു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിൽ അവൻ്റെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ എന്നാൽ വ്യതിരിക്തമാകാതെയും സദാസമയം ഒരൊറ്റ സ്വഭാവമായി നിലകൊണ്ടു എന്ന നിലപാടിൽ സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഉറച്ചു നിന്നു. ആ കാലഘട്ടത്തിൽ ഇനി പറയുന്ന ചില കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചില നിലപാടുകൾ കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ആയതുകൊണ്ട് ഒന്നാമത് സംഭവിക്കുന്നത് ചിലരെ കൊന്നുകളയുന്നു, ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയരാക്കുന്നു. ചില പിതാക്കന്മാരെ ജീവാന്ത്യം വരെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു, അവർ ജയിലിൽ ആക്കപ്പെടുന്നു. മറ്റു ചിലരെ വളരെ പീഡകൾ ഏൽപ്പിച്ചിട്ട് അപമാനിച്ച് ഇവിടെ നിന്ന് നാട് കടത്തുന്നു. AD 541 മാർ യാക്കോബ് കോപ്റ്റിക് സഭയുടെ സഹായം കൊണ്ട് മെത്രാപ്പൊലീത്തയായി വാഴിക്കപ്പെടുന്നതാണ് ചരിത്രം. ആ പരിശുദ്ധ പിതാവ് ഈ സഭയെ സത്യവിശ്വാസത്തിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനി എന്ന് പേര് കേട്ടാൽ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് 100 മെത്രാന്മാരെയും 1000-ലധികം പുരോഹിതന്മാരെയും പട്ടം കെട്ടി ഈ സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. സഭയ്ക്ക് അങ്ങനെ ആരാധനയ്ക്കും വിശ്വാസത്തിനും ശക്തമായ അടിത്തറയുണ്ടാക്കുന്നു. 73 വയസ്സ് വരെ സത്യവിശ്വാസത്തിൽ ജീവിച്ചിട്ട് AD 578 നിത്യതയിൽ ചേർക്കപ്പെട്ട് ദെമത്രാസിന്റെ ദയറായിൽ ആ പരിശുദ്ധ പിതാവ് ഖബറടക്കം ചെയ്യപ്പെടുന്നു. ചാക്ക് ധരിച്ച് വിശ്വാസം പഠിപ്പിച്ച പിതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. തൂണിന്മേൽ തപസ് ചെയ്ത് ഒറ്റക്കാലിൽ നിന്ന പിതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സഭയുടെ പ്രത്യാശ. മരവുരി ധരിക്കപ്പെട്ട് ഇവിടെ പ്രസംഗിച്ച പിതാക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യാശ. ഉപവസിച്ച് സ്വന്തം ശരീരത്തെ ശോഷിപ്പിച്ച പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നിടത്താണ് സഭയുടെ ഭാവി. നോക്കൂ, വേഷങ്ങളിൽ ക്രിസ്ത്യാനികളായിരിക്കുന്നതിനല്ല, മറിച്ച് കരുണാപൂർവമായ ഒരു താക്കീത് ക്രിസ്ത്യാനികളാകാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്നിടത്താണ് ഈ ചാക്ക് ധരിച്ച ഈ മഹാപരിശുദ്ധന്റെ ഓർമ്മ നമ്മളെ ബലപ്പെടുത്തുന്നത്. വെള്ളിത്താലം എന്ന് പറഞ്ഞിട്ട് മനോരമയിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു കോളമുണ്ട്. അതിൽ മാർത്തോമാ സഭയുടെ ക്രിസോസ്റ്റം തിരുമേനി എഴുതിയ ഒരു ചെറിയ ഭാഗമുണ്ട്. അതിൽ അദ്ദേഹം കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലേക്ക് യാത്ര പോകുന്ന കഥ പറയുകയാണ്. കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഒരു പക്ഷേ അറിയാം, അത് വളരെ ഇടുങ്ങിയ ഒരു പാതയാണ്. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്ത ഒരു പാതയാണ്. പല കണ്ണറ പാലങ്ങൾ ഇങ്ങനെ താണ്ടിയാണത് പോകേണ്ടത്. മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയമാണ്. തിരുമേനി യാത്ര ചെയ്ത് പോകുമ്പോൾ ട്രെയിൻ ഗതാഗതം മണ്ണിടിഞ്ഞ് തടസ്സപ്പെട്ടു. കുറേ നേരത്തെ അധ്വാനം കൊണ്ട് വേണം അത് മാറ്റി പാത ശരിപ്പെടുത്തുവാൻ എന്നുള്ളതുകൊണ്ട് ട്രെയിൻ കുറേ സമയം ഇവിടെ തടസ്സപ്പെട്ട് കിടന്നു. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം തിരുമേനിക്ക് കലശലായ ദാഹം ഉണ്ടാകുന്നു, ക്ഷീണമുണ്ടാകുന്നു. തിരുമേനി ട്രെയിനിൽ നിന്നിറങ്ങി അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് നടന്നിട്ട് വീട്ടുകാരനോട് പറഞ്ഞു, എനിക്ക് നന്നേ ദാഹിക്കുന്നു, ക്ഷീണമുണ്ട്, ആയതുകൊണ്ട് എനിക്കൊരു കരിക്ക് കുടിക്കാൻ തരണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തിരുമേനി സാധാരണഗതിയിൽ പുറത്തേക്ക് പോയപ്പോൾ തിരുമേനിയുടെ കുപ്പായവും വേഷവും ഒന്നല്ല ധരിച്ചിരുന്നത്, ഒരു ടീഷർട്ടും മുണ്ടുമായിരുന്നു ധരിച്ചിരുന്നത്. ആയതുകൊണ്ട് ഇയാൾക്ക് തിരുമേനിയെ മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അയാൾ തിരുമേനി മനസ്സിലാക്കാതെ ആയിരിക്കാം ഒരു പക്ഷേ. തിരുമേനിയോട് പറയുന്നു, ഇങ്ങേർക്കൊരു കരിക്ക് തന്നാൽ ബാക്കി എല്ലാവരും കൂടെ കരിക്കും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും, ആയതുകൊണ്ട് ഉപദ്രവിക്കാതെ പോയേക്കണമെന്ന് പറഞ്ഞു. തിരുമേനി കേട്ട പാതി അത് ഇങ്ങ് പോരുന്നു. തിരുമേനി ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരുത്തൻ മറ്റവനോട് പറയുന്നതാണ് ഇങ്ങനെ, ആ പോകുന്ന വല്യപ്പനെ നോക്കിക്കേടാ, നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിയുടെ ഒരു ലുക്കില്ലേ. ഈ കുഞ്ഞുങ്ങൾ തിരുമേനിയെ വിടാതെ ഫോളോ ചെയ്ത് ട്രെയിനിലേക്ക് പോയി. ട്രെയിനിൻ്റെ ക്യാബിനിൽ തിരുമേനി എത്തിപ്പെട്ടപ്പോൾ തിരുമേനിയുടെ കുപ്പായമോ മറ്റോ കണ്ടിട്ടുണ്ടാകും. ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി ഈ ട്രെയിനിലുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു.
തിരുമേനി പിന്നീട് എഴുതുന്നത് ഇങ്ങനെയാണ്: 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ക്യാബിൻ ഒരു തീന്മേശയായി എന്ന് തിരുമേനി പറയുന്നു. അവസാനം ഇങ്ങനെ കുറിക്കുന്നു: ഞാനായി തീരുന്നത് എൻ്റെ വേഷങ്ങൾ കണ്ടപ്പോഴാണ്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിന് വേഷങ്ങൾക്ക് എന്ത് പ്രത്യേകതയുണ്ട് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് തിരുമേനി. നോക്കൂ, ഇനി വിശുദ്ധരായി ജീവിക്കുന്നതിന് നമുക്ക് ഈ ലോകത്ത് ജീവിച്ചു തീർക്കാൻ അധിക സമയമുണ്ട് എന്ന് കരുതരുത്, ധാരാളം ദൂരമുണ്ട് എന്ന് വിചാരിക്കരുത്. ONV അപരാഹ്നം എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട്. അതിൽ ഭൂമിയുടെ അറ്റം എന്ന് പറഞ്ഞ ചെറിയൊരു കവിതയുണ്ട്. അതിൽ ഒരു അപ്പനോട് മകൻ ചോദിക്കുന്ന ചോദ്യം പോലെയാണ് ആ കവിത ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത്. അപ്പനോട് മകൻ ചോദിക്കുന്നു, ഭൂമിയുടെ അറ്റം എവിടെയാണ്, ഒക്കുമോ പറയുവാൻ? ആ മകനോട് അപ്പൻ പറഞ്ഞ മറുപടി മകൻ ഇങ്ങനെയാണ് ഗ്രഹിക്കുന്നത്: ഉത്തരം പിടികിട്ടിയില്ല അന്ന് എനിക്കെങ്കിലും അപ്പൻ ചൊന്നത് ഓർക്കുന്നു ഞാൻ, ഭൂമി ചുരുങ്ങി ഒരു 6 അടിയായി ഞാൻ കാൽച്ചുവട്ടിൽ വന്നു നിൽക്കും, അതുതന്നെയാണ് അറ്റവും. നോക്കൂ, അധിക സമയം ഓടാനില്ല എന്ന് ഞാൻ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കട്ടെ. വിശുദ്ധരെ പോലെ ജീവിക്കുന്നതിന്, വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് ഇനി ഉള്ള സമയം നമ്മൾ ഏറ്റവും ഭംഗിയായി പ്രയോജനപ്പെടുത്തണം. ഇക്കൂട്ടത്തിലും വിശുദ്ധരുണ്ട് എന്നുള്ളതാണ് ഈ സഭയുടെ പ്രത്യാശയും ഈ സഭയുടെ ഭാവിയും എന്നുള്ളത് നന്നായി ഓർക്കണം. ശീമാ നമസ്കാരത്തിൽ തിങ്കളാഴ്ച പ്രഭാതത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അത് സ്വർഗത്തിലേക്ക് സഹദേന്മാർ കയറി ചെല്ലുന്നതിനെ അനുസ്മരിച്ചുകൊണ്ട് അതിനെപ്പറ്റി വർണ്ണിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളാണ്. അതിൽ മനോഹരമായി എഴുതിയിട്ടുണ്ട്: സ്വർഗീയ യെരൂശലേം പുരിയിൽ സഹദേർ കയറി ചെല്ലുമ്പോൾ റൂഹ അവരോട് വരവേൽപ്പോടെ കുശലം ചോദിക്കുന്നു: വാനിൻ മണവറയുടെ സുതരെ, ശാന്തിയാ സോദരരെ, നിങ്ങൾ അകത്തേക്ക് വരണം, നിങ്ങൾക്ക് സ്വർഗരാജ്യമുണ്ട്, ചിരമായ ജീവിതമുണ്ട് എന്ന് അവരോട് പറയുന്ന ഭാഗമാണ്. നോക്കൂ, നമ്മളൊക്കെ തിരികെ അങ്ങോട്ട് ചെല്ലുമ്പോൾ യാക്കോബ് വൃദ്ധാന ഒക്കെ കേട്ടതുപോലെ ഒരു ഇമ്പങ്ങളുടെ സ്വരം കേൾക്കുന്നതിന് ആകുന്നുണ്ടോ എന്ന് പെരുന്നാൾ കൂടെ അനലൈസ് ചെയ്യേണ്ട സമയമാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഓരോ വിശുദ്ധരും നമുക്ക് വേണ്ടി നുറുങ്ങി മരിച്ചവരാണ്. അവർ ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അവൻ മശിഹ ആയിരിക്കുമോ എന്ന് ജനം സംശയിച്ച കണക്ക് മശിഹായെ പോലെ ജീവിക്കുന്നതിന് ഈ പരിശുദ്ധന്റെ പെരുന്നാൾ കൊണ്ട് ഇടയാകണം. ഐഷയുടെ സമർപ്പണം എന്ന് പറയുന്ന കൃതി വൈലോപ്പള്ളി എഴുതുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെയാണ്: ഒക്കെ പകർത്താൻ കഴിയുന്നില്ല, എനിക്ക് ഗതികേടിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നാളെയെ നോക്കി വരണ്ട എൻ്റെ ചുണ്ടുകൊണ്ട് ഞാൻ ചൂളം വിളിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പരിശുദ്ധനെ പറ്റി പറയാൻ നിന്നാൽ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു സംവത്സരം കൊണ്ടോ തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഴുവൻ പകർത്താൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ സമൂഹത്തോട് തന്നെ മാപ്പ് ചോദിക്കുകയാണ്. ഈ പരിശുദ്ധൻ്റെ ജീവിതം പോലെ മാതൃകയുള്ള ജീവിതം, പുണ്യമുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ പെരുന്നാൾ കൊണ്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധൻ്റെ മാധ്യസ്ഥത നമുക്കെല്ലാവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ.